പ്രിയമുള്ളവരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് ജൂലൈ 21 ചന്ദ്രദിനമായി നാം ആചരിക്കുകയാണ്. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു സുപ്രധാന ദിനമാണ് ഇന്ന്. കൃത്യം 56 വർഷം മുൻപ് 1969 ജൂലൈ 20 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആ മഹത്തായ നിമിഷത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ ചന്ദ്രദിനം. അമേരിക്കയുടെ അപ്പോളോ 11 ദൗത്യത്തിലെ യാത്രികരായ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രന്റെ ഉപരിതലത്തിൽ കാൽവെച്ചപ്പോൾ ലോകം മുഴുവൻ ആകാംക്ഷയോടെ ആ കാഴ്ച കണ്ടുനിന്നു. ഇതൊരു മനുഷ്യന് ഒരു ചെറിയ കാൽവെപ്പാണ്, എന്നാൽ മാനവരാശിക്ക് ഇത് ഒരു കുതിച്ചുചാട്ടമാണ് എന്ന് നീൽ ആംസ്ട്രോങ് അന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു. ഈ നേട്ടം കേവലം സാങ്കേതികവിദ്യയുടെ മാത്രം വിജയമായിരുന്നില്ല. അത് മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും സാഹസിക മനോഭാവത്തിന്റെയും അറിവിനായുള്ള അടങ്ങാത്ത ദാഹത്തിന്റെയും വിജയമായിരുന്നു. അജ്ഞാതമായതിനെ തേടിയുള്ള മനുഷ്യന്റെ യാത്രയിലെ ഒരു നാഴികക്കല്ലായിരുന്നു ചന്ദ്രയാത്ര. ചന്ദ്രനെക്കുറിച്ച് നമുക്ക് പറയാനേറെയുണ്ട്. കാലാകാലങ്ങളായി കവികളെയും കലാകാരന്മാരെയും ഒരുപോലെ ആകർഷിച്ച ഒരു പ്രകാശഗോപുരമാണ് ചന്ദ്രൻ. നമ്മുടെ സംസ്കാരത്തിലും മിത്തുകളിലും ഐതിഹ്യങ്ങളിലും ചന്ദ്രന് ഒരു പ്രധാന സ്ഥാനമുണ്ട്. ഇന്ന് ചന്ദ്രദിനം ആഘോഷിക്കുമ്പോൾ നാം കഴിഞ്ഞ കാലത്തെ മഹത്തായ നേട്ടങ്ങളെ ഓർക്കുന്നു. ഒപ്പം ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവെക്കുന്നു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഈ അവസരത്തിൽ അഭിമാനത്തോടെ ഓർക്കാം. നമ്മുടെ ചന്ദ്രയാൻ ദൗത്യങ്ങൾ, പ്രത്യേകിച്ച് ചന്ദ്രയാൻ 3, ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ ബഹിരാകാശ ശക്തി വിളിച്ചോതുന്നതായിരുന്നു. പുതിയ തലമുറയ്ക്ക് ബഹിരാകാശ ഗവേഷണത്തിലും ശാസ്ത്രത്തിലും താൽപര്യം വളർത്താൻ ഇത്തരം ദിനാചരണങ്ങൾ സഹായിക്കുന്നു. അറിവ് നേടുന്നതിനും ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കണം. ശാസ്ത്രീയമായ ചിന്താഗതി വളർത്തേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഈ ചന്ദ്രദിനത്തിൽ നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനും അറിവ് നേടാനും കഠിനാധ്വാനം ചെയ്യാനും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. കാരണം ഓരോ വലിയ യാത്രയും തുടങ്ങുന്നത് ഒരു ചെറിയ ചുവടുവെപ്പിൽ നിന്നാണ്. എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി.